ബൈബിളിൽ ചേർക്കപ്പെടാതെ പുറന്തള്ളപ്പെട്ട മഹത്തായ പുസ്തകങ്ങളിൽ ഒന്നായ ദി ഫോർഗോട്ടൺ ബുക്ക് ഓഫ് ഏദനിലെ ആദ്യ ബുക്കായ ദി ബുക്ക് ഓഫ് ആദം ആൻഡ് ഈവിലെ 66-ാം അധ്യായം മുതലുള്ളതാണ് ഈ വീഡിയോയിൽ. നമുക്കതൊന്ന് കേൾക്കാം. അധ്യായം 66. ആദാമും ഹൗവയും ഭക്ഷണം കഴിച്ചതിൻ്റെ പിറ്റേന്ന് രാവിലെ അവർ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം ആദം ഹൗവയോട് പറഞ്ഞു, നാം ആഹാരം ചോദിച്ചപ്പോൾ നമുക്ക് ആഹാരം തന്ന ദൈവത്തോട് നമുക്ക് കുടിക്കുവാൻ വെള്ളം കൂടെ ചോദിക്കാം എന്ന് പറഞ്ഞു. പിന്നെ അവർ എഴുന്നേറ്റ് തോട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള അരുവിയുടെ തീരത്തേക്ക് ചെന്നു. അവർ മുമ്പ് അവിടെ സ്വയം എടുത്തു ചാടിയ അതേ നദിയുടെ തീരത്തായിരുന്നു. അവർ അവിടെ നിന്നുകൊണ്ട് അവിടെ നിന്നും കുടിക്കുവാൻ ദൈവം അവരോട് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവവചനം ആദമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ആദമേ, നിന്റെ ശരീരം മൃഗീയമായി തീർന്നിരിക്കയാൽ നിനക്ക് വെള്ളം കൂടിയേ തീരൂ. ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അതിൽ നിന്നും കുടിച്ചുകൊള്ളൂ. അപ്പോൾ ആദമും ഹവ്വയും അരുവിക്കടുത്തിയെന്ന് അവർക്ക് ഉന്മേഷം തോന്നുന്നത് വരെ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച് മതിയായതിന് ശേഷം ദൈവത്തെ സ്തുതിച്ചിട്ട് അവർ പതിവ് പോലെ ഗുഹയിലേക്ക് മടങ്ങി. ഇത് സംഭവിച്ചത് അവർ തോട്ടത്തിൽ നിന്നും പുറത്തു വന്നതിൻ്റെ 83-ാം ദിവസമായിരുന്നു. 84-ാം ദിവസം അവർ 2 അത്തിപ്പഴങ്ങൾ അവയുടെ ഇലകളോടൊപ്പം എടുത്ത് അത് ദൈവത്തിൻ്റെ ഒരു അടയാളവും അനുഗ്രഹവുമാകേണ്ടതിനായി ഗുഹയിൽ തൂക്കി. ദൈവം തങ്ങൾക്ക് ചെയ്ത അത്ഭുതങ്ങൾ കാണുന്ന ഒരു സന്തതി വരുന്നത് വരെ അവർ അവയെ അവിടെ സൂക്ഷിച്ചു. അതിനുശേഷം ഗുഹയ്ക്ക് വെളിയിൽ വന്ന ആദമും ഹവ്വായും തങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കാൻ എന്തെങ്കിലും ആഹാരം കാണിച്ചു തരുവാൻ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവവചനം വന്ന് അവനോട് പറഞ്ഞു, ഓ ആദമേ, നീ ഗുഹയുടെ പടിഞ്ഞാറോട്ട് പോയി ഇരുണ്ട മണ്ണുള്ള പ്രദേശത്തേക്ക് ഇറങ്ങിച്ചെല്ലുക. അവിടെ നിനക്ക് ഭക്ഷണം ലഭിക്കും. ദൈവവചനത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ആദാം ഹവ്വയെ കൂട്ടിക്കൊണ്ട് ഇരുണ്ട മണ്ണുള്ളിടത്തേക്ക് പോയി. അവിടെ ഗോതമ്പ് വളരുന്നത് കണ്ടു. അവിടെ കതിരിൽ ഗോതമ്പ് വിളിഞ്ഞു കിടക്കുന്നതും തിന്നുവാൻ പറ്റിയ പഴുത്ത അത്തിപ്പഴവും കണ്ട് ആദാം സന്തോഷിച്ചു. പിന്നെയും ദൈവവചനം വന്ന ആദമിനോട് പറഞ്ഞു, ഈ ഗോതമ്പെടുത്ത് അതിൽ നിന്ന് അപ്പമുണ്ടാക്കുക. അത് നിന്റെ ശരീരത്തെ പോഷിപ്പിക്കും. ധാന്യം അപ്പമാകുന്നത് വരെ അത് തയ്യാറാക്കാനുള്ള ജ്ഞാനം ദൈവം ആദമിന് ഹൃദയത്തിൽ നൽകി. ആദം ക്ഷീണിച്ച് അവശനാകുന്നത് വരെ അതൊക്കെയും ചെയ്തതിന് ശേഷം ഗോതമ്പിനെ അപ്പമാക്കി മാറ്റുവാൻ പഠിച്ചതിൽ സന്തോഷിച്ച് ഗുഹയിലേക്ക് മടങ്ങി. അധ്യായം 67. ആദാമും ഹവ്വയും കറുത്ത മണ്ണ് നിറഞ്ഞ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവം അവർക്ക് കാണിച്ചു കൊടുത്ത ഗോതമ്പിന്റെ അടുത്തെത്തിയപ്പോൾ അത് വിളഞ്ഞും കൊയ്യാൻ തയ്യാറായും ഇരിക്കുന്നതായി കണ്ടു. എന്നാൽ അത് കൊയ്യുവാൻ അരിവാൾ അവരുടെ കൈവശമില്ലായിരുന്നു. അതിനാൽ അവർ സ്വയം കുനിഞ്ഞു നിന്ന് എല്ലാം കഴിയുന്നത് വരെ ഗോതമ്പ് പിഴുതെടുക്കുവാൻ തുടങ്ങി. പിന്നെ അവർ അതൊരു കൂമ്പാരമായി കൂട്ടിവെച്ചു. ചൂടിനാലും ദാഹത്താലും തല കറങ്ങുന്നത് പോലെ തോന്നിയ അവർ ഒരു തണൽ മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നു. അവിടെ കാറ്റ് അവർക്ക് ആശ്വാസം നൽകി. അവർ അവിടെ കിടന്നുറങ്ങിപ്പോയി. എന്നാൽ ആദമും ഹവ്വായും ചെയ്തതൊക്കെയും കണ്ട സാത്താൻ തൻ്റെ സൈന്യങ്ങളെ വിളിച്ച് അവരോട് പറഞ്ഞു, ദൈവം ആദമിനും ഹവ്വായ്ക്കും അവരുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുവാൻ ഈ ഗോതമ്പിനെ കുറിച്ച് എല്ലാം കാണിച്ചു കൊടുത്തതിനാൽ ഇതാ അവർ വന്ന് അതിൻ്റെ ഒരു കൂമ്പാരം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവർ അധ്വാനത്താൽ ക്ഷീണിതരായി ഉറങ്ങുകയാണ്. വരൂ, നമുക്ക് ഈ ധാന്യ കൂമ്പാരത്തിന് തീയിട്ട് കത്തിച്ചു കളയാം. അവർക്ക് കുടിക്കാൻ ഒന്നും കണ്ടെത്താതിരിക്കുവാൻ അവരുടെ പക്കലുള്ള വെള്ളക്കുപ്പിയെടുത്ത് ഒഴിച്ചു വയ്ക്കാം.
അങ്ങനെ അവർക്ക് കുടിക്കുവാൻ ഒന്നുമില്ലാതെ നാം അവരെ വിശപ്പും ദാഹവും കൊണ്ട് കൊല്ലുന്നു. അവർ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഗുഹയിലേക്ക് മടങ്ങുവാൻ ശ്രമിക്കുമ്പോൾ വഴിയിൽ നാം അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ വഴിതെറ്റിക്കും. അങ്ങനെ അവർ വിശപ്പും ദാഹവും കൊണ്ട് മരിക്കും. ഒരുപക്ഷെ അതിനാൽ അവർ ദൈവത്തെ നിഷേധിക്കാനും അവൻ അവരെ നശിപ്പിക്കാനും ആയേക്കാം. അങ്ങനെ നമുക്ക് അവരെ ഒഴിവാക്കാം. പിന്നെ സാത്താൻ അവന്റെ സൈന്യങ്ങളും ഗോതമ്പിന്റെ കൂമ്പാരത്തിന് തീയിട്ട് അതിനെ കത്തിച്ചു കളഞ്ഞു. എന്നാൽ തീജ്വാലയുടെ ചൂടിൽ ഉറക്കത്തിൽ നിന്നുണർന്ന ആദമും ഹൗവായും ഗോതമ്പ് കൂന കത്തുന്നതും അവരുടെ അരികിലുണ്ടായിരുന്ന വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോയതും കണ്ടു. അത് കണ്ടവർ കരഞ്ഞുകൊണ്ട് ഗുഹയിലേക്ക് മടങ്ങി. എന്നാൽ അവർ നിന്നിരുന്ന പർവ്വതത്തിന് താഴെ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ സാത്താനും അവന്റെ സൈന്യങ്ങളും ദൂതന്മാരുടെ രൂപത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരെ എതിരേറ്റു. അപ്പോൾ സാത്താൻ ആദമിനോട് പറഞ്ഞു, "ഓ ആദമേ, നീ എന്തിനാണ് വിശപ്പും ദാഹവും കൊണ്ട് വലയുന്നത്? സാത്താൻ ഗോതമ്പ് കത്തിച്ചു കളഞ്ഞതായി എനിക്ക് തോന്നുന്നു." ആദം അവനോട് പറഞ്ഞു, "അയ്യോ." വീണ്ടും സാത്താൻ ആദമിനോട് പറഞ്ഞു, "ഞങ്ങളോടൊപ്പം തിരിച്ചു വരൂ. ഞങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാരാണ്. അതിനേക്കാൾ നല്ല മറ്റൊരു ചോളത്തിന്റെ പാടം കാണിച്ചു തരാൻ ദൈവം ഞങ്ങളെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചതാണ്. അതിനപ്പുറം നല്ല വെള്ളത്തിന്റെ ഒരു ഉറവയും ധാരാളം വൃക്ഷങ്ങളുമുണ്ട്. അവിടെ അതിനടുത്തായി നിങ്ങൾക്ക് താമസിക്കുകയും ചെയ്യാം. സാത്താൻ തിന്ന് കളഞ്ഞതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യുവാനും കഴിയും." തന്നോട് സംസാരിച്ചവൻ സത്യവാനാണെന്നും അവർ ദൂതന്മാർ തന്നെയാണ് എന്നും കരുതിയ ആദാം അവരോടൊപ്പം തിരിച്ചുപോയി. അതിനുശേഷം ആദമും ഹവ്വയും വിശപ്പ്, ദാഹം, ക്ഷീണം എന്നിവയാൽ താഴെ വീഴുന്നത് വരെ 8 ദിവസം വഴി തെറ്റിച്ച് അവരെ അവൻ കൊണ്ടുപോയി. അങ്ങനെ അവർ രണ്ടുപേരും മരിച്ചവരെ പോലെ താഴെ വീണപ്പോൾ അവൻ തന്റെ സൈന്യങ്ങളുമായി അവരെ അവിടെ വിട്ടിട്ടോടിപ്പോയി. അധ്യായം 68. പിന്നെ ദൈവം ആദമിനെയും ഹൗവായെയും സാത്താനിൽ നിന്ന് അവർക്ക് സംഭവിച്ചതൊക്കെയും അവരെ അവൻ എങ്ങനെ നശിപ്പിച്ചു എന്നതും നോക്കിക്കണ്ടു. അതിനാൽ ദൈവം തന്റെ വചനത്തെ അയച്ച് ആദമിനെയും ഹൗവയെയും മരണാവസ്ഥയിൽ നിന്നും ഉയർപ്പിച്ചു. അനന്തരം വചനം ആദത്തെ എഴുന്നേൽപ്പിച്ചപ്പോൾ ആദം പറഞ്ഞു, "ഓ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ധാന്യം കത്തിച്ച് ഞങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞു. ബക്കറ്റിലെ വെള്ളവും ഒഴിച്ചു കളഞ്ഞു. അങ്ങ് അയച്ച ദൂതന്മാർ വയലിൽ നിന്നും പുറപ്പെട്ട ഞങ്ങളെ വഴിതെറ്റിച്ചു. അങ്ങ് ഞങ്ങളെ നശിപ്പിക്കുമോ ദൈവമേ? ഇതങ്ങയിൽ നിന്നാണെങ്കിൽ ഞങ്ങളുടെ ആത്മാക്കളെ എടുത്തുകൊള്ളുക, ഞങ്ങളെ ശിക്ഷിക്കരുതേ." അപ്പോൾ ദൈവം ആദമിനോട് പറഞ്ഞു, "ഞാൻ ഗോതമ്പ് കത്തിച്ചിട്ടില്ല, ബക്കറ്റിലെ വെള്ളം ഒഴിച്ചു കളഞ്ഞില്ല. നിന്നെ വഴിതെറ്റിക്കുവാൻ എൻ്റെ ദൂതന്മാരെ ഞാൻ അയച്ചിട്ടുമില്ല. എൻ്റെ കൽപ്പന മാറ്റിവെച്ചിട്ട് നീ സ്വയം കീഴ്പ്പെട്ട നിന്റെ യജമാനനായ പിശാചാണ് അത് ചെയ്തത്. നിന്റെ ധാന്യം ചുട്ടരിക്കുകയും വെള്ളം ഒഴുക്കിക്കളയുകയും നിങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്തത് അവനാണ്. വെറും കപടവും വഞ്ചനയും നുണയും മാത്രമാണ് അവൻ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ. എന്നാൽ ഇപ്പോൾ ആദമേ, ഞാൻ നിന്നോട് ചെയ്ത നന്മകൾ നീ അംഗീകരിക്കും." ദൈവം തന്റെ ദൂതന്മാരോട് ആദമിനെയും ഹൗവയെയും ഗോതമ്പ് വയലിലേക്ക് കൊണ്ടുപോകുവാൻ പറഞ്ഞു. അവർ തൊട്ടിയിൽ നിറയെ വെള്ളവുമായി എല്ലാം പഴയതുപോലെ തന്നെ അവിടെ കണ്ടു. അവിടെ അവർ ഒരു വൃക്ഷവും അതിൽ കട്ടിയുള്ള മഞ്ഞയും കണ്ട് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്ചര്യപ്പെട്ടു. വിശക്കുമ്പോൾ മന്ന തിന്നുവാൻ ദൂതന്മാർ അവരോട് കൽപ്പിച്ചു.
ദൈവം സാത്താനെ ശപിച്ചുകൊണ്ട് ഇനി ഒരിക്കലും വന്ന് ഇവിടുത്തെ ധാന്യക്കളം നശിപ്പിക്കരുത് എന്നാജ്ഞാപിച്ചു. പിന്നെ ആദമും ഹവ്വായും ധാന്യത്തിൽ കുറെ എടുത്ത് ഒരു വഴിപാടായി അർപ്പിക്കുവാനായി. അവർ ആദ്യത്തെ രക്തയാഗം അർപ്പിച്ച മലയിൽ പോയി അത് ദൈവത്തിന് അർപ്പിച്ചു. അവർ ആദ്യം പണിത യാഗപീഠത്തിങ്കൽ വീണ്ടും ഈ വഴിപാട് അർപ്പിച്ചു. അവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ അപേക്ഷിച്ചു: ദൈവമേ, ഞങ്ങൾ തോട്ടത്തിലായിരുന്നപ്പോൾ ഈ വഴിപാട് പോലെ ഞങ്ങളുടെ സ്തുതികൾ നിങ്കിലേക്ക് ഉയർന്നിരുന്നു. ഞങ്ങളുടെ നിഷ്കളങ്കത ധൂപം പോലെയും ഉയർന്നു. എന്നാൽ ഇപ്പോൾ ദൈവമേ, ഈ വഴിപാട് ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ. അങ്ങയുടെ കാരുണ്യം വെടിഞ്ഞ് ഞങ്ങളെ പിന്തിരിപ്പിക്കരുതേ. പിന്നെ ദൈവം ആദമിനോടും ഹവ്വായോടും പറഞ്ഞു: നിങ്ങൾ ഈ വഴിപാട് അർപ്പിച്ചെനിക്ക് സമർപ്പിച്ചതിനാൽ നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അതിനെ എൻ്റെ ജഡമാക്കും. അതിൽ നിന്ന് യഥാവിധി പങ്കുചേരുന്നവർക്ക് പാപമോചനത്തിനും കരുണയ്ക്കുമായി ഞാൻ ഇത് നിരന്തരം ഒരു ആൾത്താരയിൽ അർപ്പിക്കുവാൻ ഇടയാക്കും. ആദമിൻ്റെയും ഹവ്വായുടെയും വഴിപാടിന്മേൽ ദൈവം ഉജ്ജ്വലമായ ഒരു അഗ്നി അയച്ചതിനെ തിളക്കം, കൃപ, വെളിച്ചം എന്നിവയാൽ നിറച്ചു. പരിശുദ്ധാത്മാവ് ആ വഴിപാടിലേക്ക് ഇറങ്ങി വന്നു. പിന്നെ ദൈവം ഒരു ദൂതനോട് തീ കനലുകൾ എടുത്ത് ഒരു സ്പൂൺ പോലെ അത് ഉപയോഗിച്ച് ഒരു വഴിപാടെടുത്ത് ആദമിനും ഹവ്വായ്ക്കും കൊടുക്കുവാൻ കൽപ്പിച്ചു. ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ ദൂതൻ അതെടുത്ത് അവർക്ക് സമർപ്പിച്ചു. ആദമിൻ്റെയും ഹവ്വയുടെയും പ്രകാശിതമായ സോളുകൾ അവരുടെ ഹൃദയങ്ങളെ സന്തോഷവും ഉല്ലാസവും ദൈവസ്തുതികളാലും നിറച്ചു. ദൈവം ആദമിനോട് പറഞ്ഞു: കഷ്ടതയും ദുഃഖവും നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു പതിവാക്കുക. എന്നാൽ നിങ്ങളുടെ മോചനവും തോട്ടത്തിലേക്കുള്ള നിങ്ങളുടെ പ്രവേശനവും നമ്മുടെ ഇടയിലുണ്ടായ ഉടമ്പടി പ്രകാരം ആ ദിവസങ്ങൾ പൂർത്തിയാകുന്നത് വരെ ഉണ്ടാകുകയില്ല. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ സമർപ്പിച്ചതുപോലെ വഴിപാടിൻ്റെ പേരിൽ എൻ്റെ കരുണയാലും ദയയാലും നിങ്ങളോടുള്ള എൻ്റെ പ്രീതിയാൽ നിങ്ങളെ ഞാൻ എൻ്റെ തോട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരുമായിരുന്നു. ദൈവത്തിൽ നിന്ന് ഈ വാക്കുകൾ കേട്ട ആദം സന്തോഷിച്ചു. അവനും ഹവ്വായും യാഗപീഠത്തിന് മുന്നിൽ കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചതിന് ശേഷം നിധികളുടെ ഗുഹയിലേക്ക് മടങ്ങിപ്പോയി. ആദമും ഹവ്വായും തോട്ടത്തിൽ നിന്നും പുറത്തു വന്ന സമയം മുതൽ 80-ാം ദിവസത്തിന് ശേഷം 12-ാം ദിവസത്തിന്റെ അവസാനത്തിലാണ് ഇത് സംഭവിച്ചത്. ആ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിന്ന് രാവിലെ വരെ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോൾ തങ്ങളുടെ വഴിപാട് ദൈവം സ്വീകരിച്ചതിനാൽ ഹൃദയം നിറയെ സന്തോഷത്തോടെ ആദം ഹവ്വായോട് പറഞ്ഞു: നമ്മുടെ ജീവിത നാളുകളിൽ എന്നും നമുക്കിത് ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യാം. 4-ാം ദിവസം ബുധനാഴ്ച, ഒരുക്ക ദിവസം വെള്ളിയാഴ്ച, ശബത്ത് ഞായറാഴ്ച. ഈ വാക്കുകൾ അവർ പരസ്പരം അംഗീകരിച്ചപ്പോൾ ദൈവം അവരുടെ ചിന്തകളിലും അവർ ഓരോരുത്തരും എടുത്ത തീരുമാനത്തിലും സന്തുഷ്ടനായി. അപ്പോൾ ദൈവവചനം വന്ന് ആദമിനോട് പറഞ്ഞു: ഓ ആദമേ, ഞാൻ ജഡമായി മാറുമ്പോൾ എനിക്ക് കഷ്ടപ്പാടുകൾ വരേണ്ട ദിവസങ്ങൾ നീ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. കാരണം അവ 4-ാമത്തെ ബുധനാഴ്ചയും ഒരുക്ക ദിവസമായ വെള്ളിയാഴ്ചയുമാണ്. എന്നാൽ 1-ാം ദിവസം പോലെ അതിൽ ഞാൻ എല്ലാം സൃഷ്ടിച്ച ആകാശത്തെ ഉയർത്തിയതുപോലെ വീണ്ടും ഈ ദിവസത്തെ എൻ്റെ പുനരുത്ഥാനത്തിലൂടെ ഞാൻ സന്തോഷം സൃഷ്ടിക്കുകയും എന്നിൽ വിശ്വസിക്കുന്നവരെ ഉയർത്തുകയും ചെയ്യും. ഓ ആദമേ, നിന്റെ ജീവിതകാലം മുഴുവൻ ഈ വഴിപാട് നീ അർപ്പിക്കുക. അതിനുശേഷം ആദമിനിൽ നിന്നും ദൈവം തൻ്റെ വചനത്തെ പിൻവലിച്ചു. എന്നാൽ
ആദം എല്ലാ ആഴ്ചയും 3 പ്രാവശ്യം 7 ആഴ്ചകളുടെ അവസാനം വരെ ഈ വഴിപാട് അർപ്പിച്ചുകൊണ്ടിരുന്നു. 1-ാം ദിവസം, അതായത് 50-ാം ദിവസം അവരെ പഠിപ്പിച്ചതുപോലെ ആദം ഒരു വഴിപാട് അർപ്പിച്ചു. അവനും ഹവ്വായും അതെടുത്ത് യാഗപീഠത്തിലേക്ക് പോയി. അധ്യായം 69. ആദാമിനോട് ദൈവപ്രീതി നേടിയ അവന്റെ വഴിപാടിനോടും അസൂയ തോന്നിയ എല്ലാ നന്മകളെയും വെറുക്കുന്ന സാത്താൻ തിടുക്കത്തിൽ മൂർച്ചയുള്ള ഇരുമ്പ് കല്ലുകൾക്കിടയിൽ നിന്ന് മൂർച്ചയുള്ള ഒരു കല്ലെടുത്ത് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആദാമിൻ്റെയും ഹവ്വയുടെയും അരികിൽ ചെന്നു നിന്നു. ആദം അപ്പോൾ യാഗപീഠത്തിൽ തൻ്റെ വഴിപാട് അർപ്പിച്ചതിന് ശേഷം ദൈവത്തിങ്കലേക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ സാത്താൻ വേഗത്തിൽ ഓടി തൻ്റെ കൈവശമുണ്ടായിരുന്ന മൂർച്ചയുള്ള ഇരുമ്പ് കല്ലുപയോഗിച്ച് ആദാമിൻ്റെ വലതുവശത്ത് കുത്തി. രക്തവും വെള്ളവും അതിൽ കൂടി ഒഴുകി. ആദാം ഒരു ശവത്തെ പോലെ യാഗപീഠത്തിൽ വീണതും സാത്താൻ അവിടെ നിന്നും ഓടിപ്പോയി. പിന്നെ ഹവ്വ വന്ന് ആദമിനെ എടുത്ത് യാഗപീഠത്തിൻ്റെ താഴെ കിടത്തി അവനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ ആദമിൻ്റെ വശത്തു നിന്ന് ഒരു രക്തപ്രവാഹമുണ്ടായി. അതവൻ്റെ വഴിപാടിന്മേലേക്ക് ഒഴുകി. എന്നാൽ ആദമിൻ്റെ മരണത്തെ നോക്കിക്കണ്ട ദൈവം തൻ്റെ വചനത്തെ അയച്ച് അവനെ ഉയർപ്പിച്ചിട്ട് അവനോട് പറഞ്ഞു, ആദമേ, നീ നിന്റെ വഴിപാട് പൂർത്തീകരിക്കുക. അത് വളരെ വിലപ്പെട്ടതാണ്, അതിൽ ഒരു കുറവുമില്ല. ദൈവം ആദമിനോട് തുടർന്നു പറഞ്ഞു, ഭൂമിയിൽ വെച്ച് എനിക്കും ഇങ്ങനെ തന്നെ സംഭവിക്കും. എന്നെ കുത്തിത്തുളയ്ക്കുമ്പോൾ എൻ്റെ വശത്തു നിന്നും രക്തവും വെള്ളവും പുറത്തു വരും. എൻ്റെ ശരീരത്തിന്മേൽ കൂടി അതൊഴുകും. അതാണ് യഥാർത്ഥ വഴിപാട്. അത് യാഗപീഠത്തിൽ ഒരു പൂർണ്ണമായ വഴിപാടായി അർപ്പിക്കപ്പെടും. പിന്നെ ദൈവം ആദമിനോട് തൻ്റെ യാഗം പൂർത്തിയാക്കുവാൻ കൽപ്പിച്ചു. അവൻ അത് പൂർത്തിയാക്കിയതിന് ശേഷം ദൈവത്തെ ആരാധിക്കുകയും ദൈവം കാണിച്ച അടയാളങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ദൈവം ആദാമിനെ 7 ആഴ്ചകളുടെ അവസാനം ഒരു ദിവസം കൊണ്ട് സുഖപ്പെടുത്തി. അത് 50-ാം ദിവസമായിരുന്നു. പിന്നെ ആദാമും ഹവ്വയും മലയിൽ നിന്നും മടങ്ങി പതുപോലെ നിധികളുടെ ഗുഹയിലേക്ക് പോയി. തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നതിൻ്റെ 140 ദിവസത്തിന് ശേഷം ആദമും ഹവ്വായും ഇത് പൂർത്തിയാക്കി. പിന്നെ അവർ രണ്ടുപേരും ആ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രഭാതമായപ്പോൾ അവർ അവിടെ നിന്നും പുറപ്പെട്ട് ഗുഹയുടെ പടിഞ്ഞാറോട്ട് ഇറങ്ങി തങ്ങളുടെ ധാന്യം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോയി. പതുപോലെ ഒരു മരത്തിൻ്റെ തണലിൽ അവർ ഇരുന്നു. എന്നാൽ അപ്പോൾ അവിടെ അനേകം മൃഗങ്ങൾ അവരെ ചുറ്റിപ്പറ്റി വന്നു നിന്നു. വിവാഹത്തിലൂടെ ആദമിനെതിരെ യുദ്ധം ചെയ്യുന്നതിനായി സാത്താൻ തൻ്റെ ദുഷ്ടതയിലൂടെ ചെയ്തതായിരുന്നു അത്. എല്ലാ നന്മകളെയും വെറുക്കുന്ന സാത്താൻ ഇതിനുശേഷം ഒരു ദൂതന്റെ രൂപം സ്വീകരിച്ചു. ആദമിന് സ്വർണം, ധൂപവർഗം, മൂർ എന്നിവ കൊണ്ടുവന്ന 3 ദൂതന്മാരെ പോലെ കാണപ്പെടേണ്ടതിനായി അവനോടൊപ്പം മറ്റ് 2 പേരെ കൂടി അവൻ കൂട്ടിയിരുന്നു. ആദാമും ഹവ്വയും മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ കപടത നിറഞ്ഞ മധുര വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആദമിനെയും ഹവ്വായെയും അഭിവാദ്യം ചെയ്തുകൊണ്ടവർ അവർക്ക് മുന്നിൽ കൂടി കടന്നുപോയി. എന്നാൽ ആദമും ഹവ്വായും അവരുടെ സുന്ദരമായ മുഖം കാണുകയും അവരുടെ മധുരമായ സംസാരം കേൾക്കുകയും ചെയ്തപ്പോൾ ആദം എഴുന്നേറ്റ് അവരെ സ്വാഗതം ചെയ്ത് ഹവ്വയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർ എല്ലാവരും ഒരുമിച്ചപ്പോൾ സ്വർണവും ധൂപവർഗവും മൂറും കൊണ്ടുവന്ന് തന്ന ദൂതന്മാരാണ് അവർ എന്ന് കരുതിയ ആദമിന്റെ ഹൃദയം അതിയായി സന്തോഷിച്ചു. കാരണം അവർ ആദ്യമായി ആദമിന്റെ അടുക്കൽ വന്നപ്പോൾ അവർ അവന് ഓർമ്മയ്ക്കായുള്ള വസ്തുക്കൾ കൊണ്ടുവന്നതിലൂടെ അവരിൽ നിന്ന് സമാധാനവും സന്തോഷവും അവന് കിട്ടിയിരുന്നു. അതിനാൽ സന്തോഷിക്കുന്നതിനായി മറ്റെന്തെങ്കിലും നൽകാനാണ് അവർ രണ്ടാമതും വന്നത് എന്ന് ആദം കരുതി. അത് സാത്താനാണെന്ന് അവൻ അറിയില്ലായിരുന്നു. അതിനാലാണ് അവൻ വളരെ സന്തോഷത്തോട് കൂടി അവരെ സ്വീകരിച്ച് അവരോടൊപ്പം കൂട്ടിയത്. അപ്പോൾ
അവരിൽ ഏറ്റവും ഉയരമുള്ളവനായ സാത്താൻ പറഞ്ഞു, ഓ ആദമേ, സന്തോഷിക്കൂ, ആനന്ദിക്കൂ. ഇതാ ദൈവം ഞങ്ങളെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നത് ഒരു കാര്യം നിങ്ങളോട് പറയുവാനാണ്. ആദാം ചോദിച്ചു, എന്താണത്? അപ്പോൾ സാത്താൻ മറുപടി പറഞ്ഞു, ഇതൊരു നിസ്സാര കാര്യമാണ്, പക്ഷേ ഇത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങളത് ഞങ്ങളിൽ നിന്ന് കേട്ട് അതുപോലെ ചെയ്യുമോ? എന്നാൽ നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മടങ്ങിപ്പോയി ദൈവത്തോട് അദ്ദേഹത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുകയില്ല എന്ന് പറയും. സാത്താൻ വീണ്ടും ആദമിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഒരു വിറയലും നിന്നെ പിടികൂടുകയും വേണ്ട, നീ ഞങ്ങളെ അറിയുന്നില്ലയോ? അപ്പോൾ ആദം പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയുകയില്ല. സാത്താൻ അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വർണം കൊണ്ടുവന്ന് അത് ഗുഹയിലേക്ക് കൊണ്ടുപോയ ദൂതനാണ്. ഇവൻ നിനക്ക് ധൂപവർഗം കൊണ്ടുവന്നവനാണ്. ആ മൂന്നാമൻ നീ പർവ്വതത്തിന്റെ മുകളിലായിരുന്നപ്പോൾ നിനക്ക് മൂറ് കൊണ്ടുവന്നവനാണ്. നിന്നെ ഗുഹയിലേക്ക് കൊണ്ടുപോയതും അവനാണ്. എന്നാൽ നിങ്ങളെ ഗുഹയിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ കൂട്ടാളികളായ മറ്റു ദൂതന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഇത്തവണ അവരെ ഞങ്ങളോടൊപ്പം അയച്ചില്ല. അതിനാൽ ഈ വാക്കുകൾ കേട്ടപ്പോൾ അത് വിശ്വസിച്ചു പോയ ആദം ദൂതന്മാരോട് പറഞ്ഞു, ദൈവവചനം എനിക്ക് ലഭിക്കേണ്ടതിന് അതെന്നോട് പറയുക. സാത്താൻ അവനോട് പറഞ്ഞു, നീ സത്യം ചെയ്യൂ, അത് സ്വീകരിക്കുമെന്ന് എനിക്ക് വാക്ക് തരൂ. അപ്പോൾ ആദം പറഞ്ഞു, എനിക്ക് സത്യം ചെയ്യാനും വാഗ്ദാനം ചെയ്യുവാനും അറിയില്ല. സാത്താൻ അവനോട്, നിന്റെ കൈ നീട്ടി എൻ്റെ കൈക്കുള്ളിലേക്ക് പിടിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ആദം തൻ്റെ കൈ നീട്ടി സാത്താൻ്റെ കയ്യിൽ കൊടുത്തു. സാത്താൻ അവനോട് പറഞ്ഞു, ഇപ്പോൾ പറയൂ, ദൈവം ജീവിക്കുന്നവനും വിവേകത്തോടെ സംസാരിക്കുന്നവനുമാണെന്നത് എത്ര സത്യമാണ്. അവൻ ശൂന്യതയിൽ ആകാശത്തെ ഉയർത്തി, ഭൂമിയെ വെള്ളത്തിന്മേൽ സ്ഥാപിച്ചു. 4 മൂലകങ്ങളിൽ നിന്നും ഭൂമിയിലെ പൊടിയിൽ നിന്നും എന്നെ സൃഷ്ടിച്ചു. ഞാൻ എൻ്റെ വാഗ്ദാനം ലംഘിക്കുകയോ എൻ്റെ വാക്ക് പാഴാക്കി കളയുകയോ ചെയ്യില്ല. അങ്ങനെ സാദം സത്യം ചെയ്തു. അപ്പോൾ സാത്താൻ അവനോട് പറഞ്ഞു, നോക്കൂ, നീ തോട്ടത്തിൽ നിന്നും പുറത്തു വന്നിട്ട് ഇപ്പോൾ കുറച്ചു കാലമായി. നീ ദുഷ്ടതയോ തിന്മയോ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ദൈവം നിന്നോട് പറയുന്നത്, നിന്റെ ഒരു വശത്തു നിന്നും വന്ന ഹൗവായെ സ്വീകരിച്ച് അവളെ വിവാഹം കഴിക്കുവാനാണ്. നിനക്ക് മക്കളെ പ്രസവിക്കാനും നിന്നെ ആശ്വസിപ്പിക്കാനും നിന്നിൽ നിന്ന് കഷ്ടവും ദുഃഖവും അകറ്റാനുമായി. ഈ കാര്യം ബുദ്ധിമുട്ടുള്ളതേ അല്ല. നിനക്ക് ഒരിടർച്ചയും അതുമൂലമുണ്ടാകുകയുമില്ല. ബാക്കി അടുത്ത വീഡിയോയിൽ. റിലീജിയസ് ബുക്സ് വായിക്കുവാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കിങ് ചെയ്യുക. താങ്ക് യു.